അങ്ങനെയാണ് അറേഞ്ച് മാരേജ് ആണോ അതോ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടുകാരോട് പറയും ഇതെങ്ങനെയുണ്ട്, ഇയാൾ ഓക്കെയാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്? അത് നല്ലത് അതാണ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നേക്കാളും ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് correct. ഓ കറക്റ്റ് വീട് ഞാൻ വെച്ച് പാടുമെന്ന്. ചിലവര് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ മനസ്സിലാക്കിയിട്ട് ഒരു കൊല്ലൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഉണ്ട്. മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻലി മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ലവ് മാരേജ് ചെയ്തിട്ടുള്ള കല്യാണം തന്നെ കുറെ കല്യാണം ഉണ്ട്. കഴിഞ്ഞ 5-6 വർഷം പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡൈവേഴ്സ് ആവുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല അതൊക്കെ നോർമലാണ് ഇപ്പൊ സത്യം പറഞ്ഞാല്. അപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് വെറുതെ സ്ട്രഗിൾ ചെയ്യുക, സഫർ ചെയ്യുക എന്നുള്ളതിനേക്കാളും അത് നമുക്ക് ശരിയാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറി ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഭയങ്കര നോർമലാണ്. ഇപ്പൊ ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് വേണ്ടി സഫർ ചെയ്യുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് ഈ ചിന്താഗതി തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് തന്നെയല്ലേ ഒരു കണക്കിന് നോക്കിയാൽ ശരിയാവില്ല. ഇപ്പൊ പെൺകുട്ടികൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ് അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടും. ഒരുപാട് ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ ക്രിഞ്ചാണോന്ന് എനിക്കറിയില്ല. ഈക്വലി സ്പേസ് കൊടുത്താൽ മതി. അതെ, അതാണ് എപ്പോഴും നമ്മൾ ഇടിച്ചു കയറി ചെല്ലുന്നേക്കാളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വാല്യൂ ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു.